BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. PSC പരീക്ഷാ തട്ടിപ്പ് അന്വേഷണത്തിൽ CPM-ൽ നിന്ന് വ്യത്യസ്തമായി CPI-യുടെ നിലപാട്. PSC-യുടെ വിശ്വാസ്യത തകർക്കുന്നതല്ല, വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് CPI വ്യക്തമാക്കുന്നത്. പാർട്ടി മുഖമാസിക നവയുഗത്തിൽ PK ഗോപിയുടെ ലേഖനത്തിലാണ് CPI-യുടെ ഭിന്നസ്വരം. മുതിർന്ന നേതാക്കളോട് കൂടിയാലോചിച്ച പാർട്ടി നിലപാട് ബോധ്യപ്പെടുത്താനാണ് ലേഖനം നൽകിയതെന്നാണ് വിവരം. ഭരണ സംവിധാനത്തിൽ സത്യസന്ധമായി നടക്കേണ്ട ഉദ്യോഗസ്ഥ നിയമനമാണ് നിർഭാഗ്യവശാൽ സംശയത്തിന്റെ കരിനിലയിലുള്ളതെന്നും ലേഖനം പറയുന്നു. എന്തുതരം അന്വേഷണമായാലും വേണ്ടില്ല, തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ തിരുത്താനുള്ള നടപടികൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിലങ്ങുതടിയാവരുതെന്നും പറയുന്നുണ്ട്. PSC ചെയർമാനിലടക്കം അന്വേഷണം നീളുമെന്ന സൂചന ലഭിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ നിലപാട് പരസ്യമാക്കാൻ CPI തീരുമാനിച്ചത്. ചെയർമാനിലേക്ക് അന്വേഷണം പോകുന്നതിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും PSC-യെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. ഇടതു സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ പലതവണ PSC റാങ്ക് പട്ടികയെക്കുറിച്ച് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ PSC-യുടെ വിശ്വാസ്യതയെ തകർക്കാനാണെന്ന വാദമാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM-ഉം സ്വീകരിച്ചത്. SIT അന്വേഷണത്തിനെതിരെ പരസ്യ എതിർപ്പ് CPM ഉയർത്തിയെങ്കിലും വിശ്വാസ്യത നഷ്ടമാകാനുള്ള നീക്കം എന്ന വാദം അവിടെ സൈബറിടങ്ങളിൽ ശക്തമാണ്. ലാഭമെന്ന ഒറ്റ വിഷയത്തിൽ പഠനം പൂർത്തിയാക്കുന്ന മാനേജ്മെന്റ് വിദഗ്ധ സംഘം ഭരണസമിതി കേന്ദ്രം കൈയടക്കുമ്പോൾ സ്ഥിര നിയമനത്തിനു പകരം താൽക്കാലികക്കാരെ തിരികെ കയറ്റിയാണ് പതിവ്. പബ്ലിക് സർവീസ് കമ്മീഷനെ സ്വാർത്ഥ താൽപ്പര്യങ്ങളുകാരുടെ പ്രൈവറ്റ് സർവീസാക്കി മാറ്റാൻ ആരും ശ്രമിക്കരുതെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.